പതിറ്റാണ്ടുകൾക്കിടയിൽ ആദ്യമായി 4 വർഷത്തെ കോളേജ് ബിരുദമുള്ള അമേരിക്കക്കാരിൽ കാൽഭാഗവും തൊഴിൽ രഹിതരാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ബ്ലൂംബർഗ് റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും പുതിയ സർക്കാർ കണക്കുകൾ പ്രകാരം ഈ വർഷം വൈറ്റ് കോളർ ജോലികളിൽ വലിയൊരു കുറവ് കാണിക്കുന്നുണ്ട്. ബിരുദധാരികൾക്ക് ജോലി കണ്ടെത്താൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. എന്നാൽ മറ്റ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരുടെ തൊഴിൽ രഹിത നിരക്കിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. 4 വർഷത്തെ കോളേജ് ബിരുദമുള്ള അമേരിക്കക്കാർ ഇപ്പോൾ തൊഴിൽ രഹിതരായവരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മൊത്തം തൊഴിൽ രഹിതരുടെ 25%. US ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിക്സ് വ്യാഴാഴ്ച പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം സെപ്റ്റംബറിൽ ബിരുദധാരികളുടെ തൊഴിൽ രഹിത നിരക്ക് 2.8% ഉയർന്നു. ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 0.5% വർധനമാണ് രേഖപ്പെടുത്തിയത്. ഇതിനർത്ഥം 25 വയസ്സിന് മുകളിലുള്ള 19 ലക്ഷത്തിലധികം അമേരിക്കൻ ബിരുദധാരികൾക്ക് ജോലിയില്ല എന്നാണ്. തൊഴിൽ രഹിതരായ ഓരോ 4 പേരിൽ ഒരാൾ വീതം ബിരുദധാരികളാണ്. 1992 മുതൽ ലഭ്യമായ കണക്കുകളിൽ ഇത് ആദ്യമായാണ് സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് 20 മുതൽ 24 വയസ്സ് വരെയുള്ള യുവ ബിരുദധാരികളുടെ തൊഴിൽ രഹിത നിരക്ക് സെപ്റ്റംബറിൽ 9.2% ഉയർന്നു. ഇത് ഒരു വർഷം മുൻപുള്ളതിനേക്കാൾ 2.2% കൂടുതലാണ്. സാധാരണയായി സാമ്പത്തിക മാന്ദ്യങ്ങളിൽ മാത്രമേ ഇത്തരം വലിയ വർധനവ് കാണാറുള്ളൂ. കമ്പ്യൂട്ടർ സിസ്റ്റം ഡിസൈൻസ്, ശാസ്ത്രീയ ഗവേഷണം, മാനേജ്മെന്റ് കൺസൾട്ടിംഗ് തുടങ്ങിയ പ്രൊഫഷണൽ ടെക്നിക്കൽ സേവനങ്ങൾ പോലുള്ള ഉയർന്ന വൈദഗ്ധ്യമുള്ള മേഖലകളിൽ 2025 ആദ്യ 9 മാസങ്ങളിൽ ജീവനക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ടായതായി ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രായമായ അമേരിക്കക്കാരിൽ തൊഴിൽ രഹിത നിരക്ക് 4% താഴെയാണ്. ഇതിൽ ചെറിയ വർധനവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ എല്ലാ മേഖലകളിലും ജോലികൾ കുറയുകയില്ല. ആരോഗ്യ സംരക്ഷണം, സാമൂഹിക സഹായം, വിനോദം, ഹോസ്പിറ്റാലിറ്റി എന്നീ 2 മേഖലകളിൽ മാത്രമാണ് ഈ വർഷം ജോലികൾ വർദ്ധിച്ചത്. ഈ മേഖലകൾ ചേർന്ന് 6,90,000 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. ഈ മേഖലകൾക്ക് പുറത്ത് അമേരിക്കയിലെ തൊഴിൽ മേഖലയിൽ ഏകദേശം 6,000 ജോലികൾ നഷ്ടപ്പെട്ടു എന്നും റിപ്പോർട്ടിൽ പറയുന്നു. കോളേജ് ബിരുദമുള്ളവരുടെ തൊഴിൽ രഹിത നിരക്ക് കൂടുന്നതിന് കാരണം നിർമ്മിത ബുദ്ധിയുടെയും ഓട്ടോമേഷന്റെയും കാലഘട്ടമായതുകൊണ്ടാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇത് ഇതിനോടകം തന്നെ വലിയ തോതിലുള്ള പിരിച്ചുവിടലുകൾക്കും കാരണമായിട്ടുണ്ട്. AI കാരണം തൊഴിൽ നഷ്ടപ്പെടുമെന്ന് ഭയം വർദ്ധിക്കുമെന്ന് JP മോർഗൻ ചേസ് ചീഫ് US എക്കണോമിസ്റ്റ് മൈക്കിൾ ഫെറോളി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 2025 ആമസോൺ, ടാർഗറ്റ്, സ്റ്റാർബക്സ് തുടങ്ങിയ വലിയ കോർപ്പറേഷനുകൾ ഉൾപ്പെടെയുള്ള തൊഴിൽ വിപണിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കമ്പനികൾ ഇപ്പോൾ മനുഷ്യരുടെ ജോലികൾക്ക് പകരം AI ഉപയോഗിക്കുകയോ ടീമുകളെ പുനഃക്രമീകരിക്കുകയോ ചെയ്യുകയാണ്. വെരിസോൺ ഏറ്റവും ഒടുവിലായി 13,000-ലധികം ജീവനക്കാരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. യൂണിയനിൽ ഉൾപ്പെടാത്ത ജീവനക്കാരുടെ എണ്ണം 20% വരെ കുറയ്ക്കാനാണ് ഇത് ലക്ഷ്യമിടുന്നത്. ന്യൂയോർക്ക് ഫെഡറൽ റിസർവ് ബാങ്ക് പ്രസിഡന്റ് ജോൺ വില്യംസ് നിലവിലെ സാഹചര്യം കോളേജ് ബിരുദധാരികൾക്ക് ഒരു പെർഫെക്റ്റ് സ്റ്റോം അഥവാ അതിതീവ്ര പ്രതിസന്ധി എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. സാധാരണയായി ബിരുദധാരികൾക്ക് എളുപ്പത്തിൽ ജോലി ലഭിക്കാറുണ്ട്. എന്നാൽ ഈ വർഷം ആ സാധ്യത ഗണ്യമായി കുറഞ്ഞു എന്ന് അദ്ദേഹം ബ്ലൂംബർഗിനോട് പറഞ്ഞു.